നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതികയെ അറിയാത്തവർ അധികം പേരുണ്ടാകില്ല. പ്രത്യേകിച്ച് ദേശീയ ടീമിന്റെ മത്സരങ്ങൾ കാണുന്നവർക്ക് പവലിയനിൽ നഖവും കടിച്ചിരിക്കുന്ന ഋതികയുടെ ചിത്രങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒന്നും മറക്കാൻ കഴിയില്ല. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ഭാര്യ എന്നതിലുപരി കായിക മേഖലയിൽ സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത പ്രൊഫഷണലാണ് ഋതിക എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ തന്നെ മടിയായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ബോർഡുകളിൽ ഒന്നായ BCCIയിൽ മുന്തിയ വാർഷിക കരാറുള്ള കോടികൾ ശമ്പളം കൈപ്പറ്റുന്ന IPL ടീമിലെ നിർണായക സാന്നിധ്യമായ രോഹിത് ശർമ്മയുടെ ഭാര്യ എന്ന നിലയിലല്ല ഒരുപക്ഷെ ഋതികയെ പലരും കാണേണ്ടത്. സ്പോർട്സ് മാനേജർ എന്ന അവരുടെ കരിയർ മുഖാന്തരമാണ് ഋതികയെ നമ്മൾ അളക്കേണ്ടത്. ഒരു സ്പോർട്സ് മാനേജർ എന്ന നിലയിൽ രോഹിത്തിൻ്റെ കരിയറിൽ ഉൾപ്പെടെ കാര്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഋതിക. തൻ്റെ ബന്ധുവായ ബെൻഡി സജിദയുടെ സ്പോർട്സ് ആൻഡ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനമായ കോർണർ സ്റ്റോണിലായിരുന്നു അവർ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ വിരാട് കോഹ്ലിക്ക് ലാഭകരമായ പരസ്യ ഡീലുകൾ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇത് രോഹിത്തിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഈ കാലയളവിലാണ് സ്പോർട്സ് മാനേജർ എന്ന നിലയിൽ ഋതിക തൻ്റെ കരിയർ അടിവരയിടുന്നത്. നിലവിൽ തൻ്റെ കരിയറിലൂടെ ഏകദേശം 10 കോടിയോളം രൂപയുടെ സമ്പാദ്യവും ഉണ്ടാക്കിയെടുക്കാൻ ഋതികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ് എന്നതാണ് പ്രത്യേകത. ടിസോട്ട്, ഔഡി, പെപ്സി, ആഡിഡാസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് എൻഡോഴ്സ് കരാറുകൾ താരങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഋതിക ചില്ലറക്കാരിയല്ല. ഒരു പരസ്യ ഷൂട്ടിങ്ങിനിടെയാണ് രോഹിത്തും ഋതികയും ആദ്യമായി കാണുന്നത്. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനാണ് ഋതിക അവിടെ എത്തിയത്. അവിടെ വെച്ച ഇരുവരും സൗഹൃദത്തിലാവുകയായിരുന്നു. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. രോഹിത്തിന് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. ഒരു പരസ്യ ചിത്രീകരണത്തിനിടെ രോഹിത്തിന് ഒരു നീളം ഡയലോഗ് കിട്ടുന്നു. ടെൻഷൻ അടിച്ച് രോഹിത്ത് ആ പരസ്യ ചിത്രത്തിൻ്റെ ഡയലോഗുകൾ അപ്പാടെ തെറ്റിക്കുന്നു. എന്നാൽ ഇത് കണ്ട ഋതിക രോഹിത്തിന് ആത്മവിശ്വാസം നൽകി എങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണം, എങ്ങനെ കൂടുതൽ കോൺഫിഡൻറ്റോടെ ഡയലോഗുകൾ ഡെലിവറി ചെയ്യാം എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഋതികയായിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് രോഹിത്തും ഋതികയും തമ്മിൽ. ആ സൗഹൃദം പിന്നീട് വിവാഹത്തിലേക്ക് എത്തി. ജീവിതത്തിലും കരിയറിലും പരസ്പരം പിന്തുണ നൽകാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ശേഷമായിരുന്നു ആ ഒരു വിവാഹം. 7 വർഷം നീണ്ടുനിന്ന സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം 20-ാം വയസ്സിൽ ആദ്യമായി ഋതികയെ കണ്ടുമുട്ടിയ രോഹിത്തിന് അന്ന് പ്രണയമൊന്നും തോന്നിയിരുന്നില്ല. യഥാർത്ഥത്തിൽ സംസാരിച്ചു തുടങ്ങിയ ശേഷം ഇരുവരുടെയും സൗഹൃദം വളരുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഈ ബന്ധത്തിനിടയിൽ ഒരു പാലം പോലെ യുവരാജ് സിംഗും ഇരുവർക്കുമൊപ്പം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറിയതും വിവാഹത്തിൽ കലാശിച്ചതുമെല്ലാം. നാഗ്പൂരിലെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഗോഡൌൺ സൂക്ഷിപ്പുകാരനായിരുന്ന ഗുരുനാഥ് ശർമ്മയുടെ മകനിൽ നിന്ന് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനിലേക്കുള്ള രോഹിത്തിൻ്റെ ജീവിതം ബോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ളതാണ്. അതിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭാഗം തന്നെയാണ് ഋതികയുമായിട്ടുള്ള പ്രണയകാലം. ഇപ്പോഴും രോഹിത്തിൻ്റെ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഋതികയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം 2018-ൽ ഇരുവരുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയും ചെയ്തു. ഡിസംബർ 30-ന് ജനിച്ച മകളുടെ പേര് സമീറ എന്നാണ്. രോഹിത്തിന് ഏറ്റവും കൂട്ടായിട്ടുള്ളതും സമീറ തന്നെയാണ്.